നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്. 5 എലിമെന്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ന്യൂക്ക് പ്ലസ് എന്ന് പറയുന്ന മോഡൽ TWS Earbud's ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഏകദേശം 10 ദിവസത്തോളമായി എൻ്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ലഭിച്ചിട്ട് അതിലൊരു 7 ദിവസം ഞാനിത് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതോടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, പകുതിക്ക് ഇട്ടിട്ട് പോകരുത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി എന്തൊക്കെ കാര്യങ്ങൾ ഈ ബോക്സിനുള്ളിൽ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ബോക്സിന് മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കി സമയം കളയാതെ നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനുള്ളിൽ ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനുള്ളിലായിട്ടാണ് നമുക്ക് ഇയർബഡ്സ് ലഭിക്കുന്നത്. നോക്കാം ഇനി ചെറിയ ബോക്സിൽ എന്താണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ചെറിയ ബോക്സിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. വാറണ്ടി കാർഡും അതേപോലെ തന്നെ ഒരു യൂസർ മാനുവലുമാണ് ചെറിയ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിനുള്ളിൽ തന്നെ നമുക്കൊരു Type-C ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർജിങ് കേബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് കേസ്. ചാർജിങ് കേസിനുള്ളിലാണ് നമുക്ക് ഇയർബഡ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. വൈറ്റ് കളറിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയ ഒരു ഡിസൈനാണ് ഇതിന്റെ ചാർജിങ് കേസിന് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ചാർജിങ് കേസാണ്. നമ്മളിത് കൈക്കുള്ളിൽ വെച്ച് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ചാർജിങ് കേസ് ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. അത്രയും ചെറിയൊരു ചാർജിങ് കേസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചാർജിങ് കേസിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. ഇതിന്റെ ഒരു സൈഡിലായിട്ട് 5 എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചാർജിങ് കേസ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള ഇയർബഡ്സ് കാണാൻ സാധിക്കും. ഈ ചാർജിങ് കേസിന്റെ ഡോറും മാഗ്നറ്റിക് ആണ്. നമ്മൾ പകുതി അടച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മൊത്തത്തിൽ ക്ലോസ് ആയിക്കോളും. ഈ ലുക്കിലുള്ള ഇയർബഡ്സ് ആണ് ലഭിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അവിടെ ഇതിന്റെ സ്പീക്കറിന്റെ സൈഡിലായിട്ടൊരു ബ്ലാക്ക് കളർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് 2 ഇയർബഡ്സിലും. അതേപോലെ തന്നെ ഗ്ലോസി ഫിനിഷിംഗ് ആണ്. പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. സാമാന്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു ഇയർബഡ്സും ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇയർബഡ്സിന്റെ ഏറ്റവും താഴെയായിട്ട് സിൽവർ കളറിലുള്ള ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇയർബഡ്സ് ടച്ച് കൺട്രോൾ ആണ്. നമുക്ക് സിംഗിൾ ടച്ചിൽ പ്ലേ പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലെ ഇയർബഡ്സിലാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമുക്ക് ഗെയിമിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെക്കൻഡ്സ് ഈ രീതിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് മോഡിൽ നിന്നും ഗെയിമിംഗ് മോഡിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഗെയിമിംഗ് മോഡിൽ നിന്ന് വീണ്ടും നമുക്ക് മ്യൂസിക് മോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 സെക്കൻഡ്സ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് ഇതിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഇയർബഡ്സിൽ ഈ രീതിയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. 2 സെക്കൻഡ്സ് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇയർബഡ്സിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചാർജിംഗ് ബോക്സിൽ നമ്മൾ ഇയർബഡ്സ് വെളിയിൽ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മൊബൈലുമായിട്ട് പെയർ ആകുകയും കണക്ട് ആകുകയും ചെയ്യും. അതായത് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം പെയർ ചെയ്യണം. പെയർ ചെയ്തതിനു ശേഷം പിന്നീട് എപ്പം നമ്മൾ ഇയർബഡ്സ് മൊബൈലിൽ നിന്ന് വെളിയിലെടുത്താലും നമ്മുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കണക്ട് ആവും. ബ്ലൂടൂത്തുമായി കണക്ട് ആയ 3 മിനിറ്റ് നമ്മൾ ഇതിന്റെ റേഞ്ചിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ, അതായത് മൊബൈലിന് അടുത്ത് നമ്മളിൽ ഒരു 3 മിനിറ്റ് ഇതിന്റെ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ടേൺ ഓഫ് ആവുകയും ചെയ്യും. ഈ ഇയർബഡ്സിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് ആണ്. ഒന്ന് അൾട്രാ ലോ ലേറ്റൻസി മോഡ്, അതായത് ഗെയിമിംഗ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്കൊരു 2 സെക്കൻഡ്സ് ഇയർബഡ്സിൽ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് മോഡിൽ നിന്നും ഗെയിമിംഗ് മോഡിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ENC എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷനും ഈ ഒരു ഇയർബഡ്സിലുണ്ട്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ENC വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഔട്ട്സൈഡ് നോയിസ് ഒന്നും തന്നെ കോളിംഗിന്റെ സമയത്ത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരത്തില്ല. അപ്പം ENC എനേബിൾ ആയിട്ടുള്ള ചിപ്പും നമുക്ക് ഈ ഒരു ഇയർബഡ്സിനുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ പ്ലേ ടൈം 20 hours ആണ് കമ്പനി പറയുന്നത്. മ്യൂസിക് പ്ലേ ടൈം നമുക്ക് ലഭിക്കുക ഏകദേശം 5 മണിക്കൂറോളം ലഭിക്കും. ബ്ലൂടൂത്ത് വേർഷൻ ഇതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 13mm ഡ്രൈവർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇയർബഡ്സിന്റെ ബാറ്ററി കപ്പാസിറ്റി 30 mAh ആണ്. അതുപോലെ തന്നെ കേസിന്റെ ബാറ്ററി കപ്പാസിറ്റി 250 mAh ആണ്. വോയിസ് അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റും സിരിയും ഒക്കെ സപ്പോർട്ടഡ് ആണ്. ചാർജിംഗ് പോർട്ട് Type-C ആണ്. IPX5 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 120 മിനിറ്റ്സിന്റെ പ്ലേ ടൈം നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇയർബഡ്സ് അൺബോക്സ് ചെയ്തതിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. റിവ്യൂ പറയുമ്പോൾ ആദ്യം ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയണം. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇയർബഡ്സിന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. വൈറ്റ് കളറാണ്, എന്നാൽ അതിന്റെ പല ഭാഗങ്ങളിലായിട്ട് ബ്ലാക്ക് കളറിന്റെ ഡിസൈനൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അടിപൊളി ഡിസൈനാണ് ഇയർബഡ്സിൽ വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇയർബഡ്സിന്റെ കംഫർട്ടിനെ
കുറിച്ചാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഇയർബഡ്സ് എന്നെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. കാരണം ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പാട്ട് ആസ്വദിക്കാനോ സിനിമ കാണാനോ ഒക്കെ സാധിക്കും. പക്ഷേങ്കിൽ നമ്മളെ എണ്ണിച്ച് നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം പൊഴിഞ്ഞ് നമ്മുടെ ചെവിയും താഴെ പോകുന്ന ഒരു പ്രശ്നം ഉണ്ട്. അത് ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ഇതെൻ്റെ ചെവിയുമായിട്ട് ഒന്ന് ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇടത്തെ സൈഡിൽ എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല, പക്ഷേ വളരെ ചെവിയിൽ നിന്ന് എപ്പോഴും പൊഴിഞ്ഞു പോകും. അതിന് എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ ഇയർബഡ്സിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ ഇത് വേറെ 1-2 പേർക്ക് കൊടുത്തു, അവരോട് യൂസ് ചെയ്യാൻ പറഞ്ഞപ്പം അവർക്ക് എല്ലാവർക്കും വലിയ ഡിസ്കംഫർട്ട് തോന്നുന്നില്ല. പക്ഷേങ്കിൽ ഇത് ചെവി നൂരി പോകുന്നൊരു പ്രശ്നം ഉപയോഗിച്ചവരൊക്കെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഊരി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇയർബഡ്സിൻ്റെ കംഫർട്ട് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അടുത്തത് യൂസബിലിറ്റി ആണ്. ഈ ഒരു ഇയർബഡ്സിൽ മൊത്തം ടച്ച് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല, സെൻസറുകളാണ്. നമുക്ക് സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്കിലൂടെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും അതേപോലെ പാട്ട് പോസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അതേപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനൊക്കെയുള്ള കമാൻഡുകൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ യൂസബിലിറ്റിയുടെ കാര്യത്തിൽ അത്ര ഒരു ഡിസ്കംഫർട്ട് തോന്നിയില്ല. പിന്നെ ഇങ്ങനെയുള്ള ഇയർബഡ്സ്, ഇത് ഈ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇയർബഡ്സിലെല്ലാം ഉള്ളൊരു പ്രശ്നം, നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് അനക്കി വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും, വീണ്ടും നമ്മൾ ഒന്നുകൂടെ ടച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള എല്ലാ ഇയർബഡ്സിലും ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കോൾ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ENC ചിപ്പ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള സൗണ്ടുകളൊന്നും നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അധികമായിട്ട് ഇരച്ചു കയറി വരത്തില്ല. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ സൗണ്ടും അത്ര മോശമല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് മൈക്രോഫോണിൻ്റെ സൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇയർബഡ്സിൻ്റെ മൈക്രോഫോണിലൂടെ റെക്കോർഡാകുന്ന സൗണ്ടാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഈ ഇയർബഡ്സിൽ അത്ര മോശമല്ലാത്ത ഒരു മൈക്രോഫോണും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും അടുത്തത് മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബേസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ബേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഇയർബഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പഞ്ചി ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ബാസ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോക്കൽസ് ആണെങ്കിലും വളരെ ക്ലാരിറ്റിയോടെ ക്ലിയറോടെ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സിലൂടെ കിട്ടത്തില്ല. പക്ഷേങ്കിൽ ഇത് ഫുൾ വോളിയത്തിൽ ഇട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ഡിസ്ട്രോഷനോ അല്ലെങ്കിൽ ഒരു പതർച്ച അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കരമായിട്ട് ലൗഡ്നെസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഇയർബഡ്സ് അല്ല ഇത്. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മുകളിലോട്ട് ഇതിന് സൗണ്ട് വരത്തുമില്ല. ആ വരുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള പഞ്ചി ആയിട്ടുള്ള നല്ല ബേസ് ഉള്ള സൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇയർബഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ നമുക്ക് കുറച്ചധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കും. അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. IPX5ന്റെ റേറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 വേർഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ENC ഉണ്ട്. അതിനോടൊപ്പം തന്നെ അൾട്രാ ലോ ലേറ്റൻസി മോഡ് ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2500 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാം. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇതേപോലെയുള്ള അൺബോക്സിംഗ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.